അയ്യോ, എന്നെ വിളിക്കായിരുന്നില്ലേ? മധു കുളിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. മറന്നുപോയല്ലോ. എനിക്ക് മാത്രമേ ചായ ഉണ്ടാക്കിയുള്ളൂ. ഞാൻ രാവിലെ തന്നെ കുടിച്ചു. നോക്കിയപ്പോ ഉദയേട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഇന്ന് ഡിസ്കഷന് പോകുന്നില്ലേ? ഡിസ്കഷനോ? എന്തിന്റെ? അത് കൊള്ളാം. എന്നും രാവിലെ കുളിച്ച് റെഡിയായി സിനിമാ കഥ ചർച്ച ചെയ്യാൻ പോകുന്ന ആളാ. ഇപ്പൊ ചോദിക്കുന്ന കേട്ടില്ലേ എന്ത് ഡിസ്കഷൻ എന്ന്? ഓ അതോ? ആ കഥ വഴിമുട്ടി നിൽക്കുക മധു. എന്തു പറ്റി? യഥാർത്ഥത്തിൽ കഥയല്ല, കഥാനായകനാണ് വഴിമുട്ടി നിൽക്കുന്നത്. സാമ്രാജ്യങ്ങൾ കീഴടക്കാൻ പുറപ്പെട്ടു. പക്ഷെ അയാൾക്ക് വഴിമധ്യേ പടയാളികളെ നഷ്ടപ്പെട്ടു, ആയുധങ്ങൾ നഷ്ടപ്പെട്ടു. ജീവിതത്തിന്റെ മുമ്പിൽ തുറച്ചു നോക്കി നിൽക്കുകയാണ്. സാമ്രാജ്യം വേണോ, വിശപ്പടക്കാൻ ഭക്ഷണം വേണോ? അതാണ് ഇപ്പോഴത്തെ ചോദ്യം. സാമ്രാജ്യം കിട്ടിയാൽ ഭക്ഷണം ഒരു പ്രശ്നമാവുന്നില്ലല്ലോ. സാമ്രാജ്യം ഒരു വിദൂര സ്വപ്നവും ഭക്ഷണം നിലനിൽപ്പിന്റെ പ്രശ്നവുമായ കഥയൊക്കെ ശരിയാവും ഉദയേട്ടാ. ഉദയേട്ടം അല്ലാതെ മൂഡ് ഓഫ് ആണെന്ന് തോന്നിയിരുന്നു. വെളിച്ചെണ്ണ തീർന്നോ, സോപ്പ് വാങ്ങണോ എന്നൊക്കെ അല്ലാതെ എന്നോട് സംസാരിക്കുന്നത് തന്നെ അപൂർവം. ഇതാണ് കാരണമെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. തൽക്കാലമുള്ള തടസ്സങ്ങളെല്ലാം തീരും. എനിക്ക് ഉറപ്പാ ഉദയേട്ടൻ അറിയപ്പെടുന്ന ഒരു സംവിധായകനായി മാറും. എനിക്കിപ്പോ ആ പ്രതീക്ഷയില്ല.